ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 46 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 12-ന്റെ 46 മുതൽ അവസാന വാക്യം വരെ. അവൻ പുരുഷാരത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയും അവൻ്റെ അമ്മയും സഹോദരന്മാരും അവനോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നു. ഒരുത്തൻ അവനോട്, നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞവനോട് അവൻ, എൻ്റെ അമ്മയാർ, എൻ്റെ സഹോദരന്മാർ ആർ എന്ന് ചോദിച്ചു. ശിഷ്യന്മാരുടെ നേരെ കൈ നീട്ടി, ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൽ വിവിധ ഇടങ്ങളിൽ കർത്താവ് ശുശ്രൂഷ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും വ്യക്തമാക്കപ്പെടുന്നു. ഒരു സാമൂഹ്യ തലത്തിൽ ആത്മീയമായ കാര്യങ്ങളെ കർത്താവ് പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെ തിരക്കേറിയ ഒരു സന്ദർഭത്തിലാണ് കർത്താവിൻ്റെ അമ്മയും സഹോദരങ്ങളും പുറത്തു നിൽക്കുന്നു എന്ന അറിവ് ലഭിക്കുന്നത്. നമ്മൾ വായിക്കുന്നു, അവൻ്റെ ചാർച്ചക്കാർ അത് കേട്ടിട്ട് അവന് ബുദ്ധിഭ്രമം ഉണ്ടെന്ന് പറഞ്ഞു അവനെ പിടിപ്പാൻ വന്നു. യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും അവനോട് സംസാരിപ്പാൻ വന്ന് പുറത്തു നിന്നു. ആ സന്ദർഭത്തിലാണ് യേശുവിനെ ഈ ഒരു കാര്യം അറിയിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗൗരവമേറിയ കാര്യങ്ങളിൽ ഒന്ന് അവൻ്റെ സഹോദരന്മാരും അമ്മയും അവനെ മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. അവൻ്റെ സഹോദരന്മാർ അവനിൽ വിശ്വസിച്ചില്ലെന്ന് യോഹന്നാൻ 7-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. അവന് ഭ്രാന്തുണ്ടെന്ന് അവൻ്റെ ചാർച്ചക്കാർ പറഞ്ഞു. അവരുടെ ദൃഷ്ടിയിൽ ക്രിസ്തു തൻ്റെ ജീവിതത്തെ പാഴാക്കുന്നതായി തോന്നി. ഇത് ഇന്നും നിലനിൽക്കുന്ന ഒരു വാസ്തവമാണ്. മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ, സഹോദരങ്ങളുടെയും ചാർച്ചക്കാരുടെയും ആഗ്രഹങ്ങൾ, അതിൽ നിന്ന് വിഭിന്നമാണ് ഒരാളിൻ്റെ ചിന്തയും പ്രവർത്തനവുമെങ്കിൽ ഒരു പക്ഷെങ്കിൽ അവരുടെ സ്നേഹവലയത്തിൽ നിന്ന് അങ്ങനെ ഒരാളെ തള്ളിക്കളയാൻ സാധ്യതയുണ്ട്. ദൈവം നൽകുന്ന ദർശനത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാൾ എന്നും ഒറ്റപ്പെടും. അത് ലോകത്തിൻ്റെ ആരംഭം മുതൽ ഇന്നു വരെ നമ്മൾ കാണുന്ന ഒരു വസ്തുതയാണ്. എന്നാൽ ഒറ്റപ്പെട്ടു പോയാലും തള്ളപ്പെട്ടാലും തള്ളിപ്പറഞ്ഞാലും ദൈവിക നിലപാടിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ദൈവം നമ്മളെ മാനിക്കും. കർത്താവ് പറയുന്ന, ഒരു വിശ്വാസിയുടെ ചാർച്ചക്കാർ വിശുദ്ധന്മാർ മാത്രമാണ്. ആദ്യകാല രക്തസാക്ഷികളിൽ ഒരാളിൻ്റെ അഭിപ്രായം ഇങ്ങനെയുണ്ട്: യഥാർത്ഥ സ്നേഹം അനുസരണത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നു. അപ്പോൾ ദൈവത്തോടുള്ള അനുസരണത്തിൽ നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ലോകം നമ്മളെ പകയ്ക്കും, മാതാപിതാക്കൾ നമ്മളെ പകയ്ക്കാം, സഹോദരങ്ങൾ നമ്മളെ തള്ളിക്കളയും. കാരണം ദൈവികമായിട്ടുള്ള ഇടപെടലിൻ്റെ പൂർണ്ണതാർത്ഥം അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. കർത്താവ് അങ്ങനെ ഒരു ക്രൈസിസിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ജഡബന്ധങ്ങളെ കർത്താവ് നിഷേധിക്കുകയും ആത്മീയ ബന്ധത്തിന് വില കൽപ്പിക്കുകയും ചെയ്തതായി ഇവിടെ രേഖപ്പെടുത്തുന്നു. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് തൻ്റെ സഹോദരനും സഹോദരിയും അമ്മയുമെന്ന് കർത്താവ് പറയുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സഹോദരങ്ങളാകാൻ നമ്മുടെ മുൻപിലുള്ള വഴി ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക എന്നത് മാത്രമാണ്.
ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരെല്ലാം കർത്താവിൻ്റെ സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കർത്താവിൻ്റെ സഹോദരങ്ങളാകാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അത് സ്വീകരിക്കാനും നിഷേധിക്കാനുമുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. നമ്മൾ കർത്താവിൻ്റെ ആരാണ് എന്നത് ഒരു ചോദ്യമാണ്. കർത്താവ് നമുക്ക് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നിരവധി ഉത്തരങ്ങൾ പറയാനുണ്ട്. നമ്മുടെ രോഗത്തിൽ സൗഖ്യം നൽകിയവനെന്നും, നമ്മുടെ കടബാധ്യതകൾക്ക് വഴികളെ ഒരുക്കിയവനെന്നും, നമ്മുടെ പരിഹാസങ്ങളെ മാറ്റിയവനെന്നും ഒക്കെ പറയാൻ നമുക്ക് ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. എന്നാൽ കർത്താവിന് നമ്മൾ ആരാണ്? അതൊരു വലിയ ചോദ്യമാണ്. കർത്താവിൻ്റെ സഹോദര ഗണത്തിൽ ഉൾപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കുന്നവരായി നമ്മൾ മാറണം. അങ്ങനെ ദൈവിക ഇഷ്ടത്തിൻ്റെ ആ ഒരു പൂർണ്ണതയിലേക്ക് പ്രവേശിപ്പാൻ നമ്മിലൂടെ ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. അങ്ങനെ കർത്താവിൻ്റെ സഹോദര ബന്ധത്തിൽ നിലനിൽപ്പാൻ നമുക്ക് സാധിക്കും. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇനി എൻ്റെ ദാസന്മാർ എന്ന് വിളിക്കപ്പെടുന്നില്ല, എൻ്റെ സഹോദരന്മാരാണ്. ദൈവിക ഇഷ്ടം പ്രവർത്തിക്കുകയും അത് ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകളെല്ലാം കർത്താവിൻ്റെ സഹോദരങ്ങളാണ്. നമ്മളെ കർത്താവിൻ്റെ സഹോദരങ്ങളായി കർത്താവ് തിരഞ്ഞെടുത്തതുകൊണ്ട് നമ്മൾ ഭാഗ്യവാന്മാരാണ്. അങ്ങനെ ജീവിതം മുന്നോട്ട് നയിപ്പാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ കർത്താവേ, പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. അവിടുത്തെ സഹോദര ബന്ധത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പാൻ അവിടുന്ന് മനസ്സായതുകൊണ്ട്, ഇഷ്ടം തോന്നിയതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവിക ഇഷ്ടം തിരിച്ചറിഞ്ഞ് പ്രവർത്തിപ്പാനും പ്രമാണിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു, കൈവിടാതെ കാത്തുകൊള്ളണമേ. യേശു മിശിഹായുടെ നാമത്തിൽ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ അളവറ്റ കൃപയും സമാധാനവും ആലോചനയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.